ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്വാദിഷ്ടമായ കട്ട്ലേറ്റ് എങ്ങനെ വീട്ടിൽ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് കട്ട്ലേറ്റ് റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ബീഫ് ചെറിയ ക്യൂബുകളാക്കി കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് 2 വിസിലടിച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ബീഫ് ഇതുപോലെ ചെറിയ സ്ലൈസസ് ആക്കി മുറിച്ചെടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിച്ചെടുക്കാം. ഇവിടെ 6 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്ത് വെക്കാം. അതിനുശേഷം വേവിച്ച സ്ലൈസസ് ആക്കി മുറിച്ച് വേവിച്ച ബീഫ് മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുക്കാം. അതിനുശേഷം കട്ട്ലേറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ഇതുപോലെ കൊത്തിയരിഞ്ഞെടുക്കാം. നമ്മളുടെ ഇഷ്ടാനുസരണം സവാള എടുക്കാം. അതിനുശേഷം ചട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച ബീഫ് ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ചട്ടിയിലേക്ക് ഇട്ട ബീഫ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബീഫ് ചെറുതായിട്ടൊന്ന് മൂപ്പായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഓരോ സ്പൂൺ വീതം ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതെല്ലാം ചെറുതായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇവിടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 2 സ്പൂൺ നമുക്ക് ചേർക്കാം. ബീഫ് കട്ട്ലേറ്റിലോട്ടുള്ള പരുവമായി കഴിയുമ്പോഴേക്കും ബീഫ് ചട്ടിയിൽ നിന്ന് മാറ്റി അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് സവാള ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കാം. കൂട്ട് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തീ ഓഫാക്കാം. ഈ കൂട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് വെക്കാം. ഇനി കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ 4 മുട്ടയും റെഡിയാക്കി വെക്കാം. കുഴച്ച് വെച്ച കൂട്ട് ഇതുപോലെ അച്ചിൽ നമുക്ക് കട്ട്ലേറ്റിൻ്റെ പരുവത്തിലാക്കി എടുക്കാം. വീട്ടിൽ അതിനുള്ള അച്ചുള്ളത് കൊണ്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ച് നമുക്ക് ചെയ്യാം. കട്ട്ലേറ്റ് എല്ലാം ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലും അതുപോലെ തന്നെ മുട്ടയിലും മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഇതുപോലത്തെ രുചിയോട് കൂടിയിട്ടുള്ള വിഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.